ഡിവോഷണൽ റൗണ്ടിലാണ് പെർഫോം ചെയ്യാനായി എത്തുന്നത് പ്രവീണ. തിരുമുടിപ്പുഴയിലെ തീർത്ഥജലം നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ. ഏഴര പൊന്നാന പുറത്തിടുന്നള്ളും ഏറ്റുമാനൂരപ്പാ. തൊഴുന്നേൻ 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 ഞാൻ തിരുനാഗത്തളയിട്ട തൃപ്പാദം. തിരുവെള്ളിത്തിറയുടെ തേൻകിരണം നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ. ഏഴര പൊന്നാന പുറത്തിടുന്നള്ളും ഏറ്റുമാനൂരപ്പാ. തൊഴുന്നേൻ 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 ഞാൻ തിരുനാഗത്തളയിട്ട തൃപ്പാദം. നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ. വെരി നൈസ്, വെരി നൈസ്. ഹായ് പ്രവീണ. പ്രവീണ. നന്നായി പാടാൻ പറ്റിയോ? ചുമ ചുമ വരുന്നുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ജഡ്ജസിനോട് ചോദിക്കാം.
രഞ്ജിനി ചേച്ചി ഞാനോ? എങ്ങനെയാണ്? ഓക്കെ, അപ്പൊ ഞാനിനി ഈ പാട്ടിന്റെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല പ്രവീണ, ബിക്കോസ് ദേവരാജ മാസ്റ്ററുടെ പാട്ട് ഔസേപ്പച്ചൻ സാറാണ് പറയാനായിട്ട് ഏറ്റവും അർഹതയുള്ളത്. ഓക്കെ, ഏഴര പൊന്നാന ഈ പറഞ്ഞ പോലെ ഡിവോഷണൽ റൗണ്ടിൽ ദേവരാജ മാസ്റ്റർ ഒരു പാട്ട് എടുത്തുകൊണ്ട് വന്നു. മാധുര്യമ്മ പാടിയ ഒരു പാട്ട്. ഐ ലൈക്ക് ദ പല്ലവി നല്ല രസമായിട്ട് പാടി. അനുപല്ലവിനേക്കാൾ എനിക്ക് കൂടുതൽ ചരണത്തിൽ കുറച്ചും കൂടെ എനിക്ക് പിച്ചിങ് പ്രശ്നങ്ങൾ എവിടെയൊക്കെയോ ഇങ്ങനെ ഏറ്റക്കുറച്ചിലുള്ള പോലെ തോന്നി എനിക്ക് പ്രവീണ. അത്രേ ഉള്ളൂ, എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താന്ന് വെച്ചാൽ പറയും. ബട്ട് ലുക്കിംഗ് വെരി ലവ്ലി, നല്ല രസമുണ്ട്. അപ്പൊ എനിക്ക് ഈ അണീക്കുമാതിര രാവിൽ അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ച് പിച്ചിങ് പ്രശ്നങ്ങളും അനുപല്ലവിയിലും കുറച്ച് പിച്ചിങ് പ്രശ്നങ്ങൾ ഉണ്ട്. ചാർത്തിയ തിരുമേനി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ അത്രേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഈ പാട്ട് കൂടുതൽ അറിയുന്ന ബിന്നി ചേച്ചിയും ഔസേപ്പ് സാറുമാണ്. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ അത് എന്താന്നുള്ളത്. ഓൾ ദ വെരി ബെസ്റ്റ്. ഔസേപ്പച്ചൻ sir. Yes. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഒരുപാട് ബന്ധമുണ്ട് ഈ പാട്ടുമായിട്ട്. എൻ്റെ 17-18 വയസ്സിൽ ദേവരാജ മാഷ ഗാനമേളകൾക്കെല്ലാം മാധുരി ചേച്ചിയുടെ ഗാനമേളയാണ്. ദേവരാജൻ മാഷാണ് അത് നയിക്കുന്നത്. മാധുരി ചേച്ചിയുടെ പേരിലുള്ള ഗാനമേള. ഈ പാട്ടില്ലാണ്ട് ഒരൊറ്റ ഗാനമേള ഞങ്ങൾ നടത്തിയിട്ടില്ല. അവർ തന്നെയാണ് പാടിയിരിക്കുന്നത് ഒറിജിനലി. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട്. എനിക്ക് ആ 50 കൊല്ലം മുമ്പ് ഒരു മെമ്മറിയൊക്കെ വന്നു. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ടോട്ടൽ 7 പൊന്നാന ആ തുടങ്ങുന്നതൊക്കെ പെർഫെക്റ്റ് ഇൻ പിച്ചായിരുന്നു. പിന്നെ ഒരുപാട് ഭയങ്കര എക്സ്പ്രഷൻ കൊടുത്ത് പാടുന്ന ഒരു പാട്ടല്ല ദേവരാജ് മാഷുണ്ടായിരുന്നത്. നിഷ്കളങ്കമായിട്ട് ഏറ്റുമാനൂരപ്പനെ കുറിച്ചിട്ടുള്ള ഒരു പാട്ട്. ഇത് ഭയങ്കര എന്താ പറയുക, ഒരുപാട് അങ്ങനെ ഭയങ്കരമായിട്ടല്ല, ഒരു പ്ലസൻ്റ് ആയിട്ട് ഒരു ഇന്നസെൻസ് ആയിട്ട് പാടുന്ന ഒരു പാട്ട് പോലെയാണ് ആ ഗായികയെ കൊണ്ട് മാഷ് പാടിപ്പിച്ചിരിക്കുന്നത്. ദാറ്റ് യു ഹാവ് ഡൺ വെരി നൈസ്ലി. ആ ഒരു ഇന്നസെൻസ് ത്രൂ ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഡൈനാമിക്സ് എക്സ്പ്രഷൻസ് ഒന്നും പോയിട്ടില്ല എന്നുള്ളത്. പിന്നെ ചില സ്ഥലത്ത് എനിക്കൊരു ഒറ്റ ഡൗട്ട്, ആ അനുപല്ലവി മാത്രം പെട്ടെന്ന് പാടിക്കോളൂ. കളഭമുഴുക്കാപ്പു ചാർത്തിയ തിരുമേനി കണി കാണാൻ വരും നേരം, കാലത്ത് കണി കാണാൻ വരും നേരം. Yes. Now much better. Excellent. അല്ല, ആദ്യം പാടിയപ്പോ കളഭമുഴുക്കാപ്പ് ചാർത്തിയ രണ്ടും ഒരേ ഇതല്ലേ വേണ്ട, ചാർത്തിയ തിരിച്ച് കേട്ടു നോക്കോളൂ. അതേപോലെ ആ രണ്ടാമത്തിലെ കണി കാണാൻ വരും നേരം, അതും കഷ്ടപ്പെട്ട് അത് ചുമ വന്നായിരുന്നു എനിക്ക് അതിന്റെ ഇടയില്. yes. ചുമ വരുന്നുണ്ടായിരുന്നു. അവിടെ അതിന്റെ അപ്പൊ ആ ആക്ച്വലി അവിടെ സംഭവിച്ചിരിക്കുന്നത് പിന്നെ അത് ശ്രുതിയല്ല പോകുന്നത്, അവിടെ ആ സംഗതികള് നോട്ട് എത്തിപ്പിടിക്കാൻ, ഹിറ്റ് ആവാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അയ്യോ, അത് വലിയ കഷ്ടമാണ്. സംഗതികളില് അതിന്റെ ഒരു ചെറിയ ഒരു സ്ട്രെയിൻ അവിടെ ഫീൽ ചെയ്തു. അത് രണ്ടാമത്തെ ചരണത്തിലും അതേ സ്ഥലത്ത് അതേപോലെ തന്നെ അതേമാതിരി തന്നെ ഹൈയിലേക്ക് പോകുമ്പോൾ ആ ഒരു ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു ഇങ്ങനെ, ചുമ എപ്പോ ചുമക്കുന്നുള്ള ഒരു അങ്ങനെ. പിന്നെ അവസാനത്തെ നമശിവായ അത് മൊത്തം നന്നായിട്ട് പാടി. അവസാനത്തെ നമശിവായയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. കാരണം ഗിറ്റാറിൽ വായിക്കുന്നുണ്ട് പാർട്സ്, ടൺ 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 ടൺ, അതിന്റെ അത് രണ്ടും ചേർന്നിട്ട് ഒരു ഹാർമണി ഉണ്ടായി. അത്രയും പെർഫെക്റ്റ് പിച്ചിങ് ആണ് ആ ഇൻസ്ട്രുമെന്റ് ആയിട്ട്. ഇൻസ്ട്രുമെന്റിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും അല്ലേ, ട്യൂണിങ്ങിലൊക്കെ ചെറിയ വ്യത്യാസം, സീരിയസിലൊക്കെ മാറും. പക്ഷെ അത് എന്ത് മാറിയാലും അതിന്റെ കൂടെ ബ്ലെൻഡായി. ദാറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഹിയർ ഫോർ സിംഗിങ്. അപ്പോൾ നന്നായി, അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ പ്രവീണയ്ക്ക് ആ ഒരു ചുമ വരണ നേരത്ത് പക്ഷെ നമുക്ക് അത് കോമ്പറ്റീഷന് ബാധകല്ല. അല്ല, അത് ബാധകമല്ല, അത് ഞങ്ങൾ ഒരിക്കലും അത് ചേർക്കത്തില്ല. പക്ഷെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ചുമ വരണ നേരത്ത് നമുക്ക് നന്നായിട്ട്, നമ്മളൊക്കെ മനുഷ്യരല്ലേ, വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ വരും എന്നുള്ളപ്പോൾ നമ്മളങ്ങ് ഇതായി പോകും അവിടെ. അപ്പൊ എന്താണ് പ്രവീണ നന്നായിട്ട് പാടി വന്നത് ആ പല്ലവി. ഈ ആദ്യത്തെ ഈ ഫസ്റ്റ് 2 ലൈൻസ് ചരണവും അനുപല്ലവിയാണ്. എന്ത് പറ്റിയ ഹിറ്റ് ആവുന്നില്ല, പോവാൻ കഷ്ടപ്പെടണമല്ലേ. ഇപ്പൊ കറക്റ്റായിട്ട് പറഞ്ഞു താങ്കൾ അവിടെ ചുമ വരുന്നു. എന്ത് ചെയ്യാൻ, അതേ ഉള്ളു തോന്നിയത് കേട്ടാ. പക്ഷെ നല്ല ഫീലായിരുന്നു. രണ്ടാമത് പാടിപ്പിച്ചപ്പോ എന്ത് രസമായിട്ട് പാടി. അതാണ്. അപ്പോ എന്താ ചെയ്യണേ, ആ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ചുമയൊക്കെ വരാതിരിക്കാൻ ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ മാം. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. മെന്റേഴ്സ് എത്ര മാർക്സ് ആണ് പ്രവീണയ്ക്ക് നൽകുന്നതെന്ന് ജഡ്ജസിനെ അറിയിക്കണം. അതിനുശേഷം നമുക്ക് ജഡ്ജസിന്റെ മാർക്സ് അറിയാം. എത്ര മാർക്ക് കിട്ടും ഒന്ന് ഗസ് ചെയ്യ്. കാരണം
ചുമ വന്നെങ്കിലും ചുമച്ചില്ലല്ലോ. ഏറ്റുമാനൂരപ്പം കൂടി ഉണ്ടായിരുന്നില്ലേ? അപ്പൊ മാർക്കിലും കൂടി ഉണ്ടാവും. പറഞ്ഞോ, ഗസ്റ്റ് ചെയ്തോ? 94. 94. അതാണ് 94 ആണ് ഗസ്. അതെയാ? ആ. 94 ആണോ? ഗസ്റ്റ് ഞാൻ പറയട്ടെ എന്നാ, ആ. +1 95. കണ്ടാ, ഏറ്റുമാനൂരപ്പം കൂടി ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു Thank you. പ്രവീണ.